എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. ഇത് ഫ്ലോപ്പായി പോകും എന്നൊരു ടെൻഷനേ വേണ്ട. ധൈര്യത്തോടു കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ടേസ്റ്റുള്ള ഈവനിങ് സ്നാക്കാണ്. ഇത് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ഗോതമ്പ് പൊടിയും റവ വെച്ചുമാണ് കേട്ടോ. ഇതൊരു 15 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഇവിടെ ഞാൻ ഒരു കപ്പ് ശർക്കരപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് അര കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് ഇതിനെ ഒന്ന് ഉരുക്കിയെടുക്കണം. ഇത് നല്ലതായിട്ട് തിളച്ച് ശർക്കരയൊക്കെ ഒന്ന് ഉരുകി വന്ന് അത്രയും മാത്രം മതി. അന്നേരം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ശർക്കരപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ശർക്കര നല്ലതായിട്ട് പൊടിച്ചിട്ട് അത് ഒരു കപ്പ് എടുത്താൽ മതി കേട്ടോ. മിക്സിയുടെ ജാറിലോട്ട് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം. വറുത്തതോ വറുക്കാത്ത റവ ഇട്ട് കൊടുക്കാമേ. നല്ലതായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. പൊടിച്ചെടുത്ത റവ ഒരു ബൗളിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് അര കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏത് കപ്പിലാണോ നിങ്ങൾ അളവെടുക്കുന്നത് അതേ കപ്പിൽ ബാക്കിയെല്ലാം അളവുകൾ എടുക്കുക കേട്ടോ. ഇതിലോട്ട് 2 നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ കറുത്ത എള്ളും കൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത കൂട്ടിലോട്ട് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടല്ലോ, അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ശർക്കരയ്ക്ക് ചൂടുണ്ട് കേട്ടോ, നല്ല തിളച്ച ചൂടല്ല, എന്നാലും നല്ലതായിട്ട് ചൂടുണ്ട്. ചൂടോടുകൂടി തന്നെയാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ശർക്കരപ്പൊടി എടുത്തതും കൊണ്ടാണ് ഇത് അരിച്ചു കൊടുക്കാഞ്ഞത്. കല്ലുള്ള ശർക്കരയാണെങ്കിൽ നിങ്ങൾ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിലോട്ട് അര കപ്പ് പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലൊഴിച്ച് കൊടുത്ത് ഇത് മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ പാലിന് പകരം നിങ്ങൾക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഇത് ദോശമാവിൻ്റെ ഒരു ലൂസി വേണം നമ്മൾ കലക്കിയെടുക്കാനായിട്ട് കേട്ടോ. ബാക്കി പച്ചവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഞാൻ ഇതിനെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു പരുവത്തി വേണം ഇതിനെ കലക്കിയെടുക്കാനായിട്ട്. ഇതിലോട്ട് 2 നുള്ളു സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്കിതിനെ അടച്ച് മാറ്റി വെക്കാം. 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് റവയാണെങ്കിൽ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വലിച്ചെടുക്കും. അന്നേരം നിങ്ങൾ 10 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കുക. വെള്ളത്തിൻ്റെ അളവ് കുറവാണ് എന്ന് കാണുവാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇളക്കി നോക്കിയപ്പോൾ വെള്ളം കറക്റ്റായിരുന്നു. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഉണ്ണിയപ്പച്ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് ഉണ്ണിയപ്പം ചൂടാൻ നേരത്തെ എണ്ണ ഒഴിച്ച് കൊടുക്കത്തില്ലേ എന്ന് പറഞ്ഞാൽ 1/4 ഭാഗം എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നല്ലതായിട്ട് ചൂടായി വരുന്ന സമയത്ത് മാവ് ഇതിലോട്ട് കോരി ഒഴിച്ച് കൊടുക്കുക. മാവ് തുളുമ്പേനെ അങ്ങ് ഒഴിച്ച് കൊടുക്കില്ല. കുഴിയുടെ 1/4 ഭാഗം വരെ കോരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ എണ്ണയ്ക്ക് പകരം ഇതിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതല്ലെങ്കിൽ കുറച്ച് നെയ്യും ബാക്കി എണ്ണയും അങ്ങനെ ഒഴിച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ ഇത് ചെയ്തെടുക്കാം കേട്ടോ. ഏതാണ് ഇഷ്ടം നമുക്ക് ആ രീതി ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തേങ്ങക്കൊത്ത് നിങ്ങൾക്ക് വറുത്തിടാമെന്നുണ്ടെങ്കിൽ അങ്ങനെ തേങ്ങക്കൊത്ത് വറുത്തിടാം കേട്ടോ. അന്നേരം കുറച്ച് നെയ്യിൽ തേങ്ങക്കൊത്ത് വറുത്തിടുവാണെങ്കിൽ അപ്പോൾ നെയ്യുടെ ടേസ്റ്റും കിട്ടും. തേങ്ങക്കൊത്ത് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റുമാണ്. ശരിക്കും ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇത് കേട്ടോ. മോൾ ഭാഗമൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് തന്നെ തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. തീ മീഡിയത്തിൽ ഇട്ട് കൊടുത്ത് വേണം ഇതിനെ വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഉൾഭാഗം വേവില്ല കേട്ടോ. ഇത് നല്ല സോഫ്റ്റുമാണ്, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഉണ്ണിയപ്പമൊക്കെ നമ്മൾ ഭയങ്കര ആഗ്രഹത്തോട് ചിലപ്പോൾ തയ്യാറാക്കിയെടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഭയങ്കര കട്ടിയായിട്ട് തോന്നിക്കും. അത് നമുക്ക് ഭയങ്കര സങ്കടം തോന്നില്ലേ. ഇത് അങ്ങനെയുള്ള ഒരു ടെൻഷനും ഇല്ല. ഇത് നല്ല സോഫ്റ്റാണ്. ഞാൻ നിങ്ങളെ എടുത്ത് എത്രമാത്രം സോഫ്റ്റാണെന്ന് കാണിച്ചു തരാം. അതുപോലെ നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. ഇതിന് മധുരമൊക്കെ കറക്റ്റ് പരുവായിരുന്നു കേട്ടോ. അപ്പം മധുരം നിങ്ങൾക്ക് ഇനി അധികം ഇട്ട് കൊടുക്കേണ്ട, ഈ ഒരു പരുവത്തിൽ ഇട്ട് കൊടുത്താൽ മതി. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. ഞാൻ ഇത് മുറിച്ച് എൻ്റെ അകഭാഗം എങ്ങനെ ഇരിക്കുന്നത് എന്ന് കാണിക്കാം. എൻ്റെ അകഭാഗം കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.